മലയോര കർഷകർ വിധി നിർണ്ണയിക്കുന്ന തിരുവമ്പാടി മണ്ഡലത്തിൽ അവസാനഘട്ട പ്രചാരണത്തിന്റെ ചൂടാണ്. കാർഷിക പ്രശ്നങ്ങൾ ചൂടേറിയ ചർച്ചയാകുന്ന ഇവിടെ കർഷക സംഘടനകളുടെ പേരിൽ 2 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ഇവരെ മറികടന്ന് കർഷക മനസ്സിൽ സ്ഥാനം ഉറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് UDF-ഉം LDF-ഉം. കുടിയേറ്റ കർഷകരുടെ മണ്ണാണ് തിരുവമ്പാടി. മുസ്ലിം ക്രൈസ്തവ മത ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള മണ്ഡലം. വർഷങ്ങളായി അവർ വലതു മുന്നണിയോട് ചേർന്ന് നിന്നപ്പോൾ മണ്ഡലം UDF കുത്തകയായി. എന്നാൽ 2 തവണ ഇവിടെ ചെങ്കുടി പാറി. ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് തിരുവമ്പാടിയിൽ. ഭൂരിഭാഗമുള്ള കർഷക വോട്ടുകളിൽ കണ്ണുനട്ട് ഇടതു വലത് മുന്നണികൾ. കർഷകരുടെ പേരിൽ 2 സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിലെ വികസനങ്ങളിലാണ് UDF പ്രതീക്ഷകൾ അത്രയും. 5 കൊല്ലക്കാലം കൊണ്ട് നടന്നിട്ടുള്ള വികസനം എന്ന് പറയുന്നത് മലയോര കുടിയേറ്റ മേഖലയിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ വളരെ വലുതാണ്. വളരെ പ്രകടമായിട്ടുള്ള മാറ്റമാണ് ഈ മലയോര മേഖലയിലൊക്കെ പോയി നോക്കിയാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയാം. കർഷക വിരുദ്ധ സർക്കാരിനുള്ള തിരിച്ചടിയാകും ഇത്തവണ ഫലമെന്ന് ഇടതിന് സംശയമില്ല. ഈ കസ്തൂരി ഗാർഗിൽ റിപ്പോർട്ട് ഉയർത്തിയിട്ടുള്ള ഭീഷണി നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കാൻ ഇപ്പോഴും അതിന് പ്രതിസന്ധി പരിഹാരമായിട്ടില്ല. അതിന് MLAക്കോ ഗവൺമെന്റിനോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങളോടൊപ്പം നിന്ന് ഒരു സമരം ചെയ്യാൻ പോലും ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കർഷക ഐക്യവേദി സ്ഥാനാർത്ഥി സൈമൺ തോണിക്കരയ്ക്കും കർഷക വോട്ടുകളിലാണ് പ്രതീക്ഷകൾ. രൂക്ഷമായ കാട്ടുമൃഗ ആക്രമണങ്ങൾ ഇവിടെ നടന്നു വരികയാണ്. കുടിയേറ്റ കാലഘട്ടത്തിൽ പോലും ഇല്ലാതെ ഈ തൊട്ടടുത്ത സ്ഥലമായ കുപ്പായക്കോട് ഒരു ദിവസം രാവിലെ കാട്ടുപോത്ത് ഓടി നടക്കുക, കൃഷിയിടങ്ങളിൽ മുഴുവൻ പന്നിയുടെ ശല്യം, അതുപോലെയുള്ള ഭക്ഷ്യവിളകൾ മുഴുവൻ തിന്നു തീർക്കുക. മൂന്നാമത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്. കാർഷിക വിളകളുടെ വില തകർച്ചയും ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയ ആശങ്കകൾക്കുമൊപ്പം സഭകളുടെ നിലപാട് ആരെ തുണയ്ക്കുമോ അവരാകും തിരുവമ്പാടിയിൽ വിജയത്തിന്റെ മല കയറുക. റിപ്പോർട്ടർ, കോഴിക്കോട്.